ഹലോ ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും വരുന്നൊരു പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ ഫോൺ സ്റ്റോറേജ് എല്ലാം കുറവായിട്ടുള്ള മൊബൈലെല്ലാമാണ് എന്ന് കരുതുക. എൻ്റെ കയ്യിൽ ഒരു പോക്കോ X2 എല്ലാം ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ 64 GB എല്ലാമായിരുന്നു അതിൻ്റെ സ്റ്റോറേജ്. അതിനാൽ തന്നെ കുറച്ച് ആപ്ലിക്കേഷൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് എനിക്ക് വേണ്ട വീഡിയോസ് അതുപോലെ ഫോട്ടോസ് എല്ലാം എടുത്തു കഴിയുമ്പോഴേക്കും ഇതിൽ സ്റ്റോറേജ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഫില്ലാകുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളും കുറഞ്ഞ സ്റ്റോറേജ് എല്ലാമുള്ള മൊബൈലെല്ലാമാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. അതിനാൽ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പലപ്പോഴും നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളാണ് എന്നെല്ലാം എഴുതി കാണിക്കാറുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇമേജ് ഡിലീറ്റ് ചെയ്താലോ അല്ലെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്താലോ എല്ലാമാണ് ഈ ഒരു സ്റ്റോറേജ് എല്ലാം ഒഴിവാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ പുതുതായി ഈ ഫോട്ടോസ് എല്ലാം എടുക്കാൻ സാധിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ഫോട്ടോയും ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്യേണ്ടതായി കാണുന്നില്ല. അതായത് എല്ലാം നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസ് എല്ലാമാണ്. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണ്. തീർച്ചയായും നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു എമർജൻസി ഘട്ടത്തിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് എല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ടിപ്പ് എന്ന് നോക്കാം. എമർജൻസി ഘട്ടത്തിലെല്ലാം എനിക്കും വളരെയധികം ഗുണം ചെയ്തിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇത്. അപ്പോൾ ഈ ഒരു ഫീച്ചറാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ ഇതിനു വേണ്ടി പോകേണ്ടത് പ്ലേ സ്റ്റോർ എന്നതിലാണ്. പ്ലേ സ്റ്റോർ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് പ്ലേ സ്റ്റോറിന് മുകളിലായി നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെയാണ് നമുക്ക് മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുക. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം അടുത്തതായി ഇവിടെ മാനേജ് എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. ദിസ് ഡിവൈസ് എന്നിവിടെ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നോട്ട് ഇൻസ്റ്റാൾഡ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മൊബൈലിൽ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത എന്നാൽ നിലവിൽ ഇൻസ്റ്റാൾഡ് അല്ലാത്ത, ചിലപ്പോൾ ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ കുറേ മാസങ്ങൾക്ക് മുമ്പെല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിലവിൽ ഇത് ഇൻസ്റ്റാൾഡ് അല്ല. എന്നാലും ഈ ഒരു ഫോണിൽ ഇതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്ലേ സ്റ്റോറിൽ ഇതിൻ്റെ ഡാറ്റയെല്ലാം തന്നെ സ്റ്റോറായി കിടക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് MB എല്ലാം നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇതെല്ലാം തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ, നമ്മൾ ഇൻസ്റ്റാൾഡ് അല്ലാത്ത ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഏതെല്ലാമാണോ വേണ്ടത് അതെല്ലാം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് മുകളിൽ നമുക്ക് ഡിലീറ്റ് എന്ന് കൊടുത്തതിന് ശേഷം റിമൂവ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കുറേ കാലമായി യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് എല്ലാം കാണാൻ സാധിക്കും നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തത്. അതിനാൽ തന്നെ ഇതെല്ലാം തന്നെ ഇവിടെ നിന്നും റിമൂവ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോറേജ് എല്ലാം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇതിനായി നമ്മൾ ഇവിടെ ഈ പ്ലേ സ്റ്റോറിലെ പ്രൊഫൈൽ ഐക്കണിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് എന്നതിൽ പോകുമ്പോൾ ജനറൽ എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നിന്നും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആർക്കൈവ് ആപ്പ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇത് ഓഫായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഓൺ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ആപ്സ് ദാറ്റ് യു യൂസ് റയർലി വിൽ ബി ആർക്കൈവ്ഡ് എന്ന്. അതായത് നമ്മൾ റയറായി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ആർക്കൈവ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത്തരത്തിൽ ചെയ്യുക വഴി നമ്മുടെ സ്റ്റോറേജ് എല്ലാം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ ഈ ഒരു മെത്തേഡ് എല്ലാം യൂസ് ചെയ്യാം. തീർച്ചയായും നിങ്ങൾ ഈ ഒരു 2 ടെക്നിക്കെല്ലാം യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റായി വളരെ എമർജൻസിയായി കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് എല്ലാം എടുക്കാനുള്ള അത്തരത്തിലുള്ള സ്റ്റോറേജ് എല്ലാം നിങ്ങൾക്ക് ലാഭിക്കാനെല്ലാം സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്